വയനാട്ടിലേക്ക് വളരെ പെട്ടെന്ന് പോയാലോ, അവിടെ ഹർത്താലിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. സുർജിത്തുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, അങ്ങനെ ഹർത്താൽ ആരംഭിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളാണോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്മിത പ്രവിത, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലക്കിടി ഗേറ്റിലാണ്. അതായത് വയനാട്ടിലെ താമരശ്ശേരി ചുരം കയറിയെത്തുന്ന പാതയാണിത്. അതായത് ദേശീയപാത മൈസൂരുവിലേക്കും മറ്റും കൊല്ലകലിലേക്കും എല്ലാം തന്നെ പോകുന്ന ദേശീയപാത. ഇവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വാഹനങ്ങൾ തടയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസുമായി തർക്കം ഉണ്ടാകുന്നുണ്ട്, അതാണ് സ്ഥിതി. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. വാഹനങ്ങൾ തടയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടക്കില്ല. വയനാട്ടിലെ ദൈനംദിന മനുഷ്യർ വന്യമൃഗശല്യങ്ങളായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ഓരോ ദിവസവും ഓരോ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ പഠിക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഈ ഒരു അവസ്ഥ മാറ്റുന്നതിനോട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. നമ്മുടെ നാട് വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിർബന്ധമായും അടിയന്തര നടപടി കൊണ്ടുവരുന്നത് വരെ വയനാട്ടിൽ സമരം UDF നേതൃത്വത്തിൽ നടത്തപ്പെടും. എന്തായാലും പോലീസ് ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് തർക്കത്തിലേക്ക് മാറുന്നു. അതാണ് അവസ്ഥ. ആളുകളെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നു. ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഇടപെടലിലേക്ക് കടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അവസ്ഥയിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് രൂപപ്പെടുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് രാവിലെ മുതൽ ഗേറ്റ് അടയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചവരെ പൂർണ്ണമായും ഒരു ഭാഗത്തേക്ക് മാറ്റി ഇരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അവർ തടയാൻ ശ്രമിക്കുന്നത്. പോലീസ് വലയത്തെ ഭേദിച്ചുകൊണ്ട് അവർ വീണ്ടും വാഹനങ്ങൾ തടയാൻ ശ്രമിക്കുന്നു. കുത്തിയിരിക്കുന്നു റോഡിൽ. അതാണ് അവസ്ഥ. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കുത്തിയിരിക്കുകയാണ് റോഡിൽ. ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധം. ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓരോരുത്തരെയായി ജീപ്പിലേക്ക് കയറ്റാനുള്ള ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഇവിടുത്തെ വൈത്തിരിയിലെ വാർഡ് മെമ്പറുമായിട്ടുള്ള ജ്യോതിഷിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന നടപടി അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ചേർന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരവസ്ഥ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. വാഹനങ്ങൾ ഇപ്പോൾ യാത്ര ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വലിയ തർക്കം കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഉണ്ടാകുന്നു. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ വലിയ പ്രതിഷേധം, അതായത് ഹർത്താലുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്കാണ് ഈ ലക്കിടി ഗേറ്റ് സാക്ഷ്യം വഹിച്ചത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം പറ്റൂല. പിണറായി വിജയന്റെ വാക്ക് കേട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്ര ജീവനങ്ങൾ ചെയ്യട്ടെ? ആരോട് ഞങ്ങൾ പറയേണ്ടത്? ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ കാണാൻ കഴിയുന്നു. കോൺഗ്രസിന്റെ നേതാവും വൈത്തിരിയിലെ പഞ്ചായത്ത് അംഗവുമായ ജ്യോതിഷ് ഷമീർ വൈത്തിരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളാണ്. അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നത്. വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പ്രവർത്തകരെ ജീപ്പിന്റെ അരികിലേക്കായി മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ആണ് ഉള്ളത്. അവരെ തള്ളിക്കയറ്റാൻ, അതായത് ഇതിനകത്തേക്ക് തള്ളിക്കയറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയാണ്. ഹൈവേയിൽ മുന്നേ പറയേണ്ടി നിങ്ങൾ ഹൈവേയിൽ ഞങ്ങൾ ഇതിനു മുന്നേ കഴിഞ്ഞ കാലത്ത് സമരം നടത്തിയതാ. ആ സമരം നിങ്ങൾ പിണറായി വിജയന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ സമരത്തെ തള്ളി തകർക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണിത്. ഈ സമരം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി LDF സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരം അത് പോലീസ് ഇവിടെ നടപ്പിലാക്കിയാണ്. വരുന്ന സമയങ്ങളിൽ അനേക പ്രവർത്തകരെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ പറയുന്ന കാര്യമാണ്. കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച് പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ്. ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അതായത് ഇവിടെ നിന്നും പിടികൂടിക്കൊണ്ട് ഇവിടെ നിന്നും നേരെ
ഈ ജീപ്പിനകത്തേക്ക് ചില പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്, ചില നേതാക്കളെ മാറ്റിയിട്ടുണ്ട്, വാർഡ് മെമ്പർ അടക്കമുള്ളവരെ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഇതിനകത്തേക്ക് പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതാണ് പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഈ ലക്കിടി ഗേറ്റ് സാക്ഷ്യം വഹിച്ചത്. അതായത് ചുരം കയറിയെത്തുന്ന പാതയാണിത്. ഈ ചുരം കയറിയെത്തുന്ന പാതയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ടത്. എന്തായാലും വലിയ തർക്കമുണ്ടാകുന്നു. വലിയ രീതിയിൽ ഒരു സംഘർഷാവസ്ഥ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരവസ്ഥ ഉണ്ട്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പിടികൂടുന്ന ഒരു സ്ഥിതി, അതാണ് ഉന്തും തള്ളും ഉണ്ടാകുന്നു. അതാണ് അവസ്ഥ. ആ ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് തുടരുകയാണ്. ഈ സംഘർഷാവസ്ഥ തുടരുന്നൊരവസ്ഥയാണുള്ളത്. പ്രവർത്തകർ ഇവിടെ റോഡിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് പോലീസ് എത്തുകയും പോലീസ് ഇവരെ തടുത്ത ശേഷം അവരെ നേരെ സൈഡിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ വലിയ തർക്കം രൂപപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഉന്തും തള്ളും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ ഉന്തും തള്ളും അത് വലിയ അളവിലുള്ള പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് അത് മാറുകയാണ്. ഇവിടെ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ 10ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മാത്രമാണ് രാവിലെ ഉണ്ടായിരുന്നത്. കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച് ഇവിടെ സമരം ശക്തമാക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പോലീസുമായി ഇപ്പോഴും വാക്കേറ്റം തുടരുന്ന ഒരവസ്ഥ, അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന തരത്തിലേക്ക് വലിയ പ്രതിഷേധം അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിഷേധം ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം അവസാനിക്കുന്നതാണോ? മറ്റിടങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? ഓരോ ദിവസം IFTക്ക് അറിയാം, ഈ വയനാടിന് ഏറ്റവും പൾസർ ചെയ്യുന്ന ആളാ. ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ. എന്താ ഞങ്ങൾ ആരോടാ പ്രതികരിക്കേണ്ടത്? ആരോടാ പ്രതിഷേധിക്കേണ്ടത്? നിരന്തരം ഓരോ ദിവസം നാട്ടിലിറങ്ങിയിട്ട് ആനകള് അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവനെടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാമക്കുണ്ടായ മക്കളോ? ഇന്നേവരെ ഇപ്പോൾ 2-3 ജീവനുകൾ അടുത്ത സംഭവിച്ചു. ഇന്നേവരെ ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ജില്ലാ സമ്മേളനത്തിലൊക്കെ പോകാൻ സമയമുണ്ട്. ഈ വയനാട്ടിലെ ആ പാവങ്ങളെ വീടുകൾ വരെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോട് പറയും? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചുകൊണ്ടിരിക്കുക. ആരോടാണ് ഞങ്ങൾ പറയാ? ഒരു പ്രശ്നവും സാധാരണ എല്ലാ സമയത്തുണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ഹർത്താലുകൾക്കും ഞങ്ങൾ 10-15 മിനിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ വിടലാണ്. ഇത് ഇന്ന് ആ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CPMന്റെ അച്ചാരം വാങ്ങി വന്നിരിക്കുക അദ്ദേഹം. അതാണ് ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യം, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ പ്രതിഷേധം. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരിൽ ഏതാണ്ട് ഒരു 6 പേരെ ഇവിടെ നിന്നും പിടികൂടി അവിടെ മാറ്റി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് ഈ പോലീസ് കടന്നിരിക്കുന്നു. വൈത്തിരി പോലീസ് ആണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രവർത്തകർ, അതായത് വിരലിലുണ്ടാവുന്ന പ്രവർത്തകർ മാത്രമാണുള്ളത്. അവർ ഇപ്പോൾ റോഡ് തടയുന്നൊരവസ്ഥയാണ് ഉള്ളത്. ശക്തമായ രീതിയിൽ അത് തന്നെ പ്രതിഷേധത്തിന്റെ ഭാഷ അറിയിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ പ്രതിഷേധിക്കാറുണ്ട് നിലപാട്. ചോദിച്ചത് സുർജിത്ത് കേട്ടില്ല എന്ന് തോന്നുന്നു. ഈ പ്രതിഷേധം മറ്റിടങ്ങളിലേക്ക് ഇവർ വ്യാപിപ്പിക്കുന്നുണ്ടോ? ഈ UDF പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തകർ മാറിയാൽ പോലും മറ്റിടങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയില്ലേ? പറ സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അവിടെ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ, അവിടെ നേതാക്കളെ ഉൾപ്പെടെ അവിടെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി പോലീസ്. പിന്നീട് പോലീസും നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ വാക്കുതർക്കത്തിലേക്ക് പോകുന്നു. ചെറിയൊരു സംഘടനം അതിൻ്റെ സംഘർഷാവസ്ഥയിലേക്കൊക്കെ അവിടെ പോവുകയുണ്ടായി. എന്നാൽ അവരെ ഒരു വശത്തേക്ക് തടഞ്ഞ് മാറ്റി നിർത്തുകയാണ് പോലീസ് ഇപ്പോൾ എന്നാണ് സുർജിത്ത് നൽകിയ വിവരം. വയനാട്ടിൽ ഇന്ന് UDF ആഹ്വാനം ചെയ്ത
ഹർത്താൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇതുപോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോൾ ശാന്തമായി തന്നെ പ്രതിഷേധിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്.